ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. നരേന്ദ്രമോദി തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 30 ക്യാബിനറ്റ് മന്ത്രിമാരും സ്വതന്ത്ര ചുമതല വഹിക്കുന്ന 5 സഹമന്ത്രിമാരും 36 സഹമന്ത്രിമാരും മന്ത്രിസഭയിൽ. സുരേഷ് ഗോപിയും ജോർജ് കുര്യനും സഹമന്ത്രിമാർ. രാഷ്ട്രപതി ദ്രൌപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നിയമസഭാ സമ്മേളനം ഇന്ന് ആരംഭിക്കും. ജമ്മുകശ്മീരിലെ റിയാസി ജില്ലയിൽ ഭീകരാക്രമണത്തെ തുടർന്ന് ബസ് തോട്ടിലേക്ക് മറിഞ്ഞ് 9 തീർത്ഥാടകർ മരിച്ചു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. സംസ്ഥാനത്ത് നിന്ന് ഹജ്ജ് തീർത്ഥാടകരുടെ യാത്ര പൂർത്തിയായി. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെ ഇന്ത്യ 6 റൺസിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. നരേന്ദ്രമോദി തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇന്നലെ വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 30 ക്യാബിനറ്റ് മന്ത്രിമാരും സ്വതന്ത്ര ചുമതല വഹിക്കുന്ന 5 സഹമന്ത്രിമാരും 36 സഹമന്ത്രിമാരുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും സഹമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ഡെസ്ക് റിപ്പോർട്ട്. മുതിർന്ന ബിജെപി നേതാക്കളായ രാജ്നാഥ് സിംഗ്, അമിത് ഷാ, നിതിൻ ഗഡ്കരി, ഡോക്ടർ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, ധർമ്മേന്ദ്ര പ്രധാൻ, നിർമ്മല സീതാരാമൻ, ജെ.പി. നദ്ദ എന്നിവർ ക്യാബിനറ്റ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. കിരൺ റിജിജു, പ്രഹ്ലാദ് ജോഷി, ഗിരിരാജ് സിംഗ്, അശ്വനി വൈഷ്ണവ്, ജ്യോതിരാദിത്യ സിന്ധ്യ, ഭൂപേന്ദർ യാദവ്, ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, അന്നപൂർണ ദേവി, ഹർദീപ് സിംഗ് പുരി, ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ, ജി കിഷൻ റെഡ്ഡി, സി.ആർ. പാട്ടീൽ, ഡോക്ടർ വീരേന്ദ്രകുമാർ, ജുവൽ ഒ, മുൻ മുഖ്യമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, മനോഹർ ലാൽ, സർബാനന്ദ് സോനോവാൾ എന്നിവരും ബിജെപിയിൽ നിന്ന് ക്യാബിനറ്റ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. കർണാടക മുൻ മുഖ്യമന്ത്രിയും ജെ.ഡി.എസ് നേതാവുമായ എച്ച്.ഡി. കുമാരസ്വാമി, മുൻ ബീഹാർ മുഖ്യമന്ത്രിയും എച്ച്.എ.എം പാർട്ടി അധ്യക്ഷനുമായ ജിതൻ റാം മാഞ്ചി, ജെ.ഡി.യുവിലെ രാജീവ് രഞ്ജൻ സിംഗ്, ടി.ഡി.പിയിലെ കിഞ്ചരാം റാം മോഹൻ നായിഡു, എൽ.ജെ.പി. രാംവിലാസ് വിഭാഗം അധ്യക്ഷൻ ചിരാഗ് പാസ്വാൻ എന്നിവരാണ് ക്യാബിനറ്റ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത മറ്റുള്ളവർ. ബിജെപി നേതാക്കളായ റാവു ഇന്ദർജിത് സിംഗ്, ഡോക്ടർ ജിതേന്ദ്ര സിംഗ്, അർജുൻ റാം മേഘ്വാൾ, ശിവസേനയുടെ പ്രതാപ് റാവു ജാദവ്, ആർ.എൽ.ഡി. മേധാവി ജയന്ത് ചൌധരി എന്നിവരാണ് സ്വതന്ത്ര ചുമതല വഹിക്കുന്ന സഹമന്ത്രിമാർ. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഉൾപ്പെടെ 36 സഹമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. അയൽ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി നേതാക്കൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ, മാലദ്വീപ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മൊയ്സു, സീഷെൽസ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് അഫീഫ്, ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് കുമാർ ജുഗ്നാഥ്, നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമാൽ ദഹൽ പ്രചണ്ഡ, ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെ, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, ചീഫ് ജസ്റ്റിസ് ഡോക്ടർ ഡി.വൈ. ചന്ദ്രചൂഡ്, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത അയൽ രാജ്യങ്ങളിലെ നേതാക്കൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു വിരുന്ന് നൽകി. പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ക്ഷണം സ്വീകരിച്ചതിനും ജനാധിപത്യത്തിന്റെ ഈ ആഘോഷത്തിൽ പങ്കാളികളായതിനും രാഷ്ട്രപതി നേതാക്കൾക്ക് നന്ദി പറഞ്ഞു. തന്റെ മൂന്നാം ടേമിലും മേഖലയുടെ സമാധാനത്തിനും പുരോഗതിക്കും സമൃദ്ധിക്കും വേണ്ടി ഇന്ത്യ പ്രവർത്തനം തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം ഇന്നലെ രാത്രി രാഷ്ട്രപതി ഭവനിൽ അയൽ രാജ്യങ്ങളിലെയും സമീപ പ്രദേശങ്ങളിലെയും ഇന്ത്യൻ മഹാസമുദ്ര മേഖലകളിലെയും നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു മോദി. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തതിന് മോദി അവർക്ക് നന്ദി പറഞ്ഞു. പുതിയ കേന്ദ്രമന്ത്രിസഭയുടെ ആദ്യ യോഗം ഇന്ന് ചേർന്നേക്കും. വൈകിട്ട് യോഗം ചേരുമെന്നാണ് റിപ്പോർട്ട്. തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത നരേന്ദ്രമോദിയെ വ്യവസായ സംഘടനകളായ ഫിക്കിയും അസോച്ചവും അഭിനന്ദിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻ.ഡി.എ ഗവൺമെന്റ് മൂന്നാം വട്ടം അധികാരത്തിലേറിയതിലും 2 കേന്ദ്രമന്ത്രിമാരെ കേരളത്തിൽ ലഭിച്ചതിൽ ഇരട്ടി മധുരത്തിന്റെ ആവേശത്തിലാണ് സംസ്ഥാനത്തെ ബിജെപി പ്രവർത്തകർ. ആഘോഷ പ്രകടനം നടത്തിയും വർണ്ണം വിതറിയും മധുരം വിതരണം ചെയ്തും സത്യപ്രതിജ്ഞാ ചടങ്ങിനെ നാടെങ്ങും അവർ ആഘോഷ സന്ധ്യയാക്കി മാറ്റി. സിക്കിം മുഖ്യമന്ത്രിയായി സിക്കിം ക്രാന്തികാരി മോർച്ച നേതാവ് പ്രേംസിംഗ് തമാങ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഗാങ്ടോക്കിലെ പാൽജോർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 4-ന് ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ തമാങ്ങിനും മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം ഇന്ന് ആരംഭിക്കും. 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റിലെ ധനാഭ്യർത്ഥനകൾ വിശദമായി ചർച്ച ചെയ്ത് പാസാക്കുന്നതിനാണ് പ്രധാനമായും സമ്മേളനം ചേരുന്നത്. അടുത്ത മാസം 25 വരെ 28 ദിവസം ചേരുന്ന സമ്മേളനത്തിൽ നാളെ മുതൽ ജൂലൈ 8 വരെ 13 ദിവസം ധനാഭ്യർത്ഥനകൾ ചർച്ച ചെയ്ത് പാസാക്കുന്നതിനാണ് നീക്കിവച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ ചോദ്യോത്തരവേളയ്ക്ക് ശേഷം മെമ്പേഴ്സ് ലോഞ്ചിൽ അംഗങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും. തുടർന്ന് കേരള പഞ്ചായത്ത് രാജ് 2ാം ഭേദഗതി ബില്ലും കേരള മുനിസിപ്പാലിറ്റി 2ാം ഭേദഗതി ബില്ലും
അവതരിപ്പിച്ച് സബ്ജക്ട് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് അയക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് പ്രതിപക്ഷം സഭയിലേക്ക് എത്തുന്നത്. ഗവൺമെന്റിനെതിരെ പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കും എന്നതിനാൽ സമ്മേളനം പ്രക്ഷുബ്ധമാകാനിടയുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ജമ്മു കശ്മീരിലെ റിയാസി ജില്ലയിൽ തെര്യത്ത് ഗ്രാമത്തിന് സമീപം ഭീകരാക്രമണത്തെ തുടർന്ന് ബസ് തോട്ടിലേക്ക് മറിഞ്ഞ് 9 തീർത്ഥാടകർ മരിച്ചു. 33 പേർക്ക് പരിക്കേറ്റു. ഇന്നലെ വൈകിട്ട് ശിവഖോരി ഗുഹാക്ഷേത്രത്തിൽ നിന്ന് ഖത്രയിലേക്ക് മടങ്ങുകയായിരുന്ന ബസിന്റെ ഡ്രൈവർക്ക് വെടിയേറ്റതിനെ തുടർന്ന് വാഹനം നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. ആക്രമണത്തെ കേന്ദ്രമന്ത്രി അമിത്ഷാ അപലപിച്ചു. തീർത്ഥാടകർക്ക് നേരെയുണ്ടായ ആക്രമണം അങ്ങേയറ്റം അപലപനീയമാണെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗും പറഞ്ഞു. LDF സംസ്ഥാന സമിതി യോഗം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം AKG സെന്ററിൽ ചേരും. ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റുകളിൽ മുന്നണി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനാണ് യോഗം. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് CPI, കേരള കോൺഗ്രസ് M എന്നിവരുമായി മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും ചർച്ച നടത്തിയിരുന്നു. മുസ്ലിം ലീഗ് നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനാണ് യോഗം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്നലെ അർദ്ധരാത്രി നിലവിൽ വന്നു. രാത്രി 12-ന് കൊല്ലം നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ഫിഷറീസ് അധികൃതർ ചങ്ങല ബന്ധിച്ചതോടെയാണ് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചത്. 52 ദിവസത്തെ നിരോധനം അടുത്ത മാസം 31-ന് അർദ്ധരാത്രി അവസാനിക്കും. സമുദ്ര മത്സ്യങ്ങളുടെ പ്രജനന കാലത്ത് യന്ത്രവൽകൃത മത്സ്യബന്ധനം ഒഴിവാക്കി മത്സ്യസമ്പത്ത് സംരക്ഷിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് 1989 മുതൽ ട്രോളിംഗ് നിരോധനം നടപ്പാക്കി വരുന്നത്. സംസ്ഥാനത്ത് നിന്ന് ഹജ്ജ് തീർത്ഥാടകരുടെ യാത്ര പൂർത്തിയായി. അവസാന തീർത്ഥാടക സംഘം പുലർച്ചെ വിശുദ്ധ മണ്ണിലേക്ക് യാത്രയായതോടെ സംസ്ഥാനത്ത് ഹജ്ജ് ക്യാമ്പുകളും സമാപിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഘമാണ് ഇത്തവണ സംസ്ഥാനത്ത് നിന്ന് ഹജ്ജിന് പോയത്. കണ്ണൂർ, കരിപ്പൂർ, കൊച്ചി വിമാനത്താവളങ്ങളിൽ നിന്നായി 18,200 പേർ ഹജ്ജിന് പോയി. ഇതിൽ 7,408 പേർ പുരുഷന്മാരും 10,792 പേർ സ്ത്രീകളുമാണ്. 2 വയസ്സിന് താഴെ 9 കുഞ്ഞുങ്ങളുമുണ്ട്. കണ്ണൂരിൽ നിന്ന് പുലർച്ചെ അവസാന വിമാനത്തിൽ 156 പുരുഷന്മാരും 166 സ്ത്രീകളും ഉൾപ്പെടെ 322 പേർ ജിദ്ദയിലേക്ക് പോയി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. 322 തീർത്ഥാടകരുമായാണ് സൗദി അറേബ്യൻ എയർലൈൻസിന്റെ ജംബോ വിമാനം പുലർച്ചെ ജിദ്ദയിലേക്ക് പറന്നുയർന്നത്. ഇതിൽ 166 പേർ സ്ത്രീകളാണ്. ജൂൺ 1-ന് ആരംഭിച്ച ഹജ്ജ് യാത്രയിൽ കണ്ണൂരിൽ നിന്ന് ആകെ 3,210 പേരാണ് പുണ്യഭൂമിയിലേക്ക് പോയത്. 1921 സ്ത്രീ തീർത്ഥാടകരും ഇതിൽ ഉൾപ്പെടുന്നു. ഇത്തവണ സ്ത്രീകൾക്ക് മാത്രമായും സർവീസ് നടത്തിയിരുന്നു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഒരുക്കിയ ഹജ്ജ് ക്യാമ്പിന് ഇതോടെ സമാപനമായി. വിമാനത്താവളത്തിലെ നിർമ്മാണം പുരോഗമിക്കുന്ന കണ്ടെയ്നർ സ്റ്റേഷൻ കെട്ടിടത്തിലാണ് ഹജ്ജ് ക്യാമ്പ് ഒരുക്കിയത്. അടുത്ത മാസം 10 മുതൽ 19 വരെ മദീനയിൽ നിന്നാണ് തീർത്ഥാടകരുടെ മടക്കയാത്ര ആരംഭിക്കുക. 9 വിമാനങ്ങൾ ഇതിനായി സർവീസ് നടത്തും. അരങ്ങ് സർഗോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നതിലൂടെ അയൽക്കൂട്ട വനിതകളുടെ സാംസ്കാരിക ശാക്തീകരണമാണ് കുടുംബശ്രീ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ കാസർകോട് ജില്ലയിലെ പീലിക്കോട് സംഘടിപ്പിച്ച 5ാമത് അരങ്ങ് സർഗോത്സവത്തിന്റെ സമാപന സമ്മേളനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെ ഇന്ത്യ പരാജയപ്പെടുത്തി. ന്യൂയോർക്കിലെ നാസോ കൌണ്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെതിരെ 6 റൺസിന്റെ ത്രസിപ്പിക്കുന്ന ജയമാണ് ഇന്ത്യ നേടിയത്. ഒരു വേള കൈവിട്ടുപോയെന്ന് കരുതിയ മത്സരം ഇന്ത്യൻ ബൌളർമാരാണ് തിരിച്ചുപിടിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 19 ഓവറിൽ 119 റൺസിന് പുറത്തായി. 120 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാന് നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 113 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 3 വിക്കറ്റ് വീഴ്ത്തിയ ജസ്പ്രീത് ബുംറയാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. 6 റൺസ് ജയത്തോടെ ഇന്ത്യ സൂപ്പർ 8 പ്രതീക്ഷകൾ സജീവമാക്കി. അതേസമയം കളിച്ച 2 മത്സരങ്ങളും തോറ്റ പാകിസ്ഥാന്റെ നില പരുങ്ങലിലാണ്. 2 മത്സരങ്ങളും ജയിച്ച ഇന്ത്യ ഗ്രൂപ്പ് എയിൽ ഒന്നാമതെത്തി. ഇന്ന് രാത്രി 8-ന് ന്യൂയോർക്കിൽ ഗ്രൂപ്പ് ഡിയിൽ ബംഗ്ലാദേശ് ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം ടെന്നീസ് കിരീടം സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസിന് 5 സെറ്റ് നീണ്ട വാശിയേറിയ പോരാട്ടത്തിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെയാണ് ഫൈനലിൽ അൽക്കാരസ് തോൽപ്പിച്ചത്. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വീണ്ടും വിജയിപ്പിച്ച വോട്ടർമാരോട് നന്ദി പറയാൻ രാഹുൽ ഗാന്ധി മറ്റന്നാൾ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ എത്തുമെന്ന് UDF കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ AP അനിൽകുമാർ MLA അറിയിച്ചു. മഹാരാഷ്ട്രയ്ക്ക് മുകളിലെ ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നരേന്ദ്രമോദി തുടർച്ചയായി 3ാം തവണയും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 30 ക്യാബിനറ്റ് മന്ത്രിമാരും സ്വതന്ത്ര ചുമതല വഹിക്കുന്ന 5 സഹമന്ത്രിമാരും 36 സഹമന്ത്രിമാരും മന്ത്രിസഭയിൽ. സുരേഷ് ഗോപിയും ജോർജ് കുര്യനും സഹമന്ത്രിമാർ. രാഷ്ട്രപതി ദ്രൌപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നിയമസഭാ സമ്മേളനം ഇന്ന് ആരംഭിക്കും. ജമ്മു കശ്മീരിലെ റിയാസി ജില്ലയിൽ ഭീകരാക്രമണത്തെ തുടർന്ന് ബസ് തോട്ടിലേക്ക് മറിഞ്ഞ് 9 തീർത്ഥാടകർ മരിച്ചു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. സംസ്ഥാനത്ത് നിന്ന് ഹജ്ജ് തീർത്ഥാടകരുടെ യാത്ര പൂർത്തിയായി. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെ ഇന്ത്യ 6 റൺസിന് പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.